all, assalamu alaikum. Welcome back to my channel. അങ്ങനെ മൂന്നാമത്തെ അത്താഴത്തിന് നമ്മൾ എണീറ്റിരിക്കുകയാണ് ഗൈസ്. വളരെ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ അത്താഴത്തിന് എണീറ്റത്. ബേബിയോടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അറിയില്ലേ എന്താന്ന് ഗൈസ്? ഇന്നലെ എനിക്കൊരു ചുമ, ശ്വാസം മുട്ടല്. അത് ഞാൻ പറഞ്ഞ സുഖം ഉണ്ടാവില്ല. എൻ്റെ ഏറ്റവും പറയട്ടേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു പറയും. ചുമ, ശ്വാസം മുട്ടല്, ഇതെല്ലാം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മള് അത്താഴം കഴിഞ്ഞിട്ട് ഐസ്ക്രീം, പിന്നെന്താ, പിന്നെ കോഫി, എണ്ണ പലഹാരങ്ങൾ, അതും ഇതെല്ലാം. പിന്നെ ഇത്ര തണുപ്പ് അപ്പൊ തന്നെ പറഞ്ഞു, ചുമ അത് ഇതൊക്കെ ഇത്ര തണുപ്പുള്ള ഐസ്ക്രീം ഒക്കെ കഴിക്കണം. അത് കുഴപ്പമില്ല. രാത്രി ആയപ്പോഴത്തേക്ക് ഇരുന്നിട്ട് ഇത് തന്നെ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണ്ടേ? അതില്ല, പറ്റാത്ത പണിക്കൊക്കെ നിൽക്കും. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ചുമയും ശ്വാസം മുട്ടും, ദാറ്റ് വീസിങ് വാസ് വെരി വേഴ്സ്റ്റ്. അതാ ലിറ്ററലി ദാറ്റ് സൗണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ആസ്മ പേഷ്യൻ്റ് ഫീൽ ആവണായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ഞാൻ മറിച്ചോന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നി എനിക്ക്. ഭയങ്കര ചുമ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്ര മതിയാവൂല, അത്രയ്ക്ക് ചുമ. ഞാൻ പേടിച്ചു പോയി ആക്ച്വലി. ഐ വാസ് റിയലി സ്കെയർഡ്. ഇപ്പോഴും ഉണ്ടോ ആ സൗണ്ട്? ദാറ്റ് ഈസ് വേഴ്സ്റ്റ്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാന്താണ് ആ സൗണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് മുതൽ ഞാൻ സ്നാക്സ് കഴിക്കൂല, കടികൾ കഴിക്കൂല. ഇന്ന് മുതൽ ഞാൻ തണുപ്പ് കുടിക്കൂല, തണുപ്പ് കഴിക്കൂല. ഇന്ന് മുതൽ ഞാൻ വേറെന്താണ്, പാൽ, മിൽക്ക് ഐറ്റം ഞാൻ കഴിക്കൂല, ഞാൻ കുടിക്കൂല. ബട്ട് ദ ട്വിസ്റ്റ് ഈസ്, പിന്നെ എന്ത് ഞാൻ തിന്നും, പിന്നെ എന്ത് ഞാൻ കുടിക്കും നോമ്പ് പിടിച്ചിട്ട്. വേറെ ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കുമല്ലാതെ ഞാൻ ഇതൊന്നും തൊടൂല ഗൈസ്. ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട്. എന്നാലേ വ്ളോഗ് ചെയ്താൽ നിങ്ങൾ നെറ്റ് എൻ്റെ അവസ്ഥ കണ്ടിട്ട് അത്രയ്ക്ക് പ്രാന്തായിപ്പോയി എനിക്ക്. ഓ ഗോഡ്, ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് തിങ് എവർ ഹാപ്പൻ ടു മീ ഇൻ മൈ ലൈഫ്. അത്രയ്ക്ക് ചുമ, വായ ഇങ്ങനെ അടക്കണില്ല. ഞാൻ ലാസ്റ്റ് എബ്ബു തന്നെ പേടിച്ചു പോയി എന്ന് തോന്നുന്നു. എൻ്റെ അവൻ ഉറക്കമായിരുന്നു ആക്ച്വലി. നല്ല ഞാനിങ്ങനെ ചുമച്ച് ഇങ്ങനെ സൗണ്ടൊക്കെ പറഞ്ഞ കേട്ടിട്ട് അവന് എസർത്തായി, അവൻ കരയാൻ തുടങ്ങി. ഐ തിങ്ക് അവനത് കേട്ട് പേടിച്ചിട്ടായിരിക്കില്ല, അവൻ അങ്ങനെ എണീക്കാറൊന്നുമില്ല. അവന് ഭയങ്കര സങ്കടത്തിൽ കരയണായത്. അപ്പം ഇന്ന് ഞാൻ അവനെ ഉറക്കി. ഞാനും ഇച്ചിരി നേരം ഉറങ്ങി. ആക്ച്വലി നമ്മളൊരു 2 hours ഉറങ്ങിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ 2 o'clock കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ 4 എണീറ്റല്ലോ. അപ്പോൾ അതൊക്കെയാണ് കഥ, എൻ്റെ ഇന്നലത്തെ കഥ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കഠിന തീരുമാനം എടുത്തത് എല്ലാവരുടെ അടുത്ത് പറയാം. നോമ്പാണ്, നാളെ സ്കൂളില്ലേ? ഇല്ല, അയ്യാ. സൈബ് ആദ്യത്തെ നോമ്പ് പിടിച്ച് സ്കൂളില്ലായിരുന്നു. ഇന്നലെ നോമ്പ് പിടിച്ചിട്ടാണ് അവൻ പോയത്. പക്ഷേ സ്കൂളിൽ അവന് ദാഹിച്ചെന്ന് പറഞ്ഞ്, അപ്പോൾ അവൻ വെള്ളം കുടിച്ച്, ജസ്റ്റ് വെള്ളം കുടിച്ചുള്ളൂ. അപ്പോൾ നമുക്കത് നോമ്പായിട്ട് കണക്കാക്കാം അല്ലേ സൈബ്? ഒരു പകുതി നോമ്പായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇന്ന് ഫുള്ള് നോമ്പ് പിടിക്കും അല്ലേ? ഇന്ന് ഫുള്ള് നോമ്പ് പിടിക്കും സൈബു. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കഥ പറയണായിരുന്നു ഞാൻ. ചുമ കഥ. എന്ത് പ്രാന്തായിരുന്നു അറിയോ? അതുകൊണ്ട് ഞാൻ കഠിന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇന്നത്തെ നോമ്പ് പിടിക്കണം. ഇല്ല, തണുപ്പ് കഴിക്കൂല, കടികൾ കഴിക്കൂല, ഒന്നും കഴിക്കൂല. എന്താ ഐസ്ക്രീം കഴിച്ചത്? എന്നിട്ട് ആ ഡബ്ബ തന്നെ അടുത്ത് വെച്ച് കഴിക്കണായിരുന്നു ഞാനും സുഖം. എന്ത് ചുമ എന്ന് പറഞ്ഞല്ലേ? ലൈഫിൽ ഞാൻ എന്നെ പ്രസവിച്ചിട്ട് ഞാൻ ചുമച്ചിട്ടില്ല ഗൈസ്, അത്ര ചുമച്ച്. വോളെവർ, അതൊക്കെ നമുക്ക് പോട്ടെ. ഇനി കഴിക്കാം നമുക്ക് ഫുഡ്. ഓക്കെ. അയ്യോ, ഒന്ന് 2 മുട്ടയൊക്കെ മാറ്റി 3 മുട്ടയാക്കി. ഇനി നോമ്പ് കഴിയാൻ 30 മുട്ട ആവുമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് വിരവൊന്നും കുറവുണ്ടല്ലേ, പ്രോട്ടീൻ ചേർന്നുണ്ട്. What is this? Roll rolls. മൊത്തം റോൾ റോൾസ് ആണ് എൻ്റെ സീക്രറ്റ്. എനിക്ക് ഇച്ചിരി താട്ടാ ഓട്സ്.
ഇച്ചിരി മതി, നീ ഒരു കല കുടിക്കല്ലേ, ഇച്ചിരി എനിക്കൊരു ഹാഫ് ഗ്ലാസ് ഓട്സ് കുടിച്ച് 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 അവസാനത്ത് കിലോ കൂടുമോ തോന്നുന്നത്. തേനും ഡേറ്റ്സ് ഒക്കെ ഇട്ട് കുടിച്ച് കുടിച്ച്. അപ്പോൾ ഞാൻ ഇടിയപ്പം കഴിക്കാനൊന്നും മൂട് തോന്നുന്നില്ല. ബേബി ഒന്ന് കഴിക്കണം നോക്കാം. വേവിച്ച് നാസ്ത വേണ്ട ദഹിച്ചിട്ടില്ല. ആണോ? ഓ ലേറ്റ് അല്ലേ കിടക്കണത്. ഇടിയപ്പൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ട് കഴിക്കണില്ല. അപ്പോൾ ബേബി ചോദിക്കാം. സുനു എന്താ എണീക്കാത്ത? ഇടിയപ്പൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ട് കഴിക്കണില്ലേ നീ? ഞാൻ രാത്രി കഴിച്ചില്ല, എനിക്ക് ഇപ്പൊ കഴിക്കണ്ട. എനിക്ക് രാത്രി കഴിച്ച് തന്നെ ഡൈജസ്റ്റ് ആയിട്ടില്ല. എനിക്കും കഴിക്കാൻ തോന്നുന്നില്ല ഇടിയപ്പൊക്കെ. സോ ഞാനും സോണുൻ്റെ കുറച്ച് ഓട്സ് എടുത്തിട്ട് കുടിക്കാം, അത് മതി. അപ്പോൾ ഓട്സ് കുടിക്കാം. ഓക്കെ, നന്നാവാൻ തീരുമാനിച്ചു. അത്താഴത്തിന് ഒരു സാധനം കഴിക്കാത്ത ഞാൻ സോനുനെ പോലെ ദേ പ്രോട്ടീൻ, മുട്ട, സോനുൻ്റെ ഓട്സിൽ നിന്ന് അടിച്ചു മാറ്റിയ കുറച്ച് ഓട്സ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. സുനു ഒക്കെ ഇവിടെ ഉറക്കപ്പിച്ച് ഇങ്ങനെ കുത്തിക്കേറ്റുകൊണ്ടിരിക്കുക. ഇത് കഴിക്കലും പോയി വീയലും ഒന്നിച്ചായിരിക്കും തോന്നുന്നു. സുനു കണ്ണുപോലും തുറക്കാതെയാണ് തിന്നോണ്ടിരിക്കണത്. ഞാൻ പിന്നെ കൂടുതൽ ഉറങ്ങാത്തോണ്ട് അവർ ഉറക്കപ്പിച്ച് ഫീലില്ല, ഉറങ്ങിട്ടേ ഇല്ല. ഈ വെളുപ്പിനെ എനിക്ക് കഴിക്കണത് വല്ല സുഖമൊന്നുമില്ല. പിന്നെ നാളത്തെ ഡേ ഓർത്തൊക്കെ കഴിക്കണേ. ഞാൻ ബുൾസൈ കഴിക്കാറില്ല. സോന് ബുൾസൈ ആണ് എടുത്തത്, ഹാഫ് ബോയിൽഡ്. ഞാൻ ഫുള്ളി ബോയിൽഡ് ആക്കി അതിൽ ഒറിഗാനോ ഇട്ടു. സുനും ചായ ഇടിയപ്പ ചിക്കൻ കറി. നിങ്ങൾക്കൊന്നും വേണ്ടേ? വാട്ടർമെലോൺ ഉണ്ട്. സോന ആ വാട്ടർമെലോൺ കൊടുത്തോ ബേബിക്ക്? ഗ്രേപ്സ് വേണ്ട. എന്നാ കഴിക്ക് ബേബി, വിശക്കും രാവിലെ. ഇപ്പൊ വേണ്ടെന്നൊക്കെ തോന്നും, നാളത്തെ ഡേ ആലോചിച്ചിട്ടൊന്ന് കഴിക്കി. ഫില്ലാക്കട്ടെ വയറ്. ഇങ്ങനെയൊക്കെ കഴിക്കണോണ്ടിട്ട് സോന് കൂളായിട്ട് ഇരിക്കണത് കാണാം, അതുകൊണ്ട് സെറ്റാക്കണം ഞാൻ. അത് എന്തോ നിങ്ങൾ നടന്ന് പറഞ്ഞല്ലേ, അതാ ഇന്ന് മുതൽ നടന്നു വരണ്ട. പിക്ക് ചെയ്തോ. വേണ്ടാന്ന് അവൻ കഴിച്ചല്ല ഇന്നലെ. അതെന്തറിയോ ഇവർക്ക് ആക്ച്വലി അവള് ഫസ്റ്റ് അത്താഴത്തിന് എണീറ്റില്ല. അപ്പോൾ ഭയങ്കര ടഫായി അവൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അത്താഴം കഴിക്ക്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അവൾ പറയണേ ഇന്നലെ കഴിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, പക്ഷേ എനിക്ക് ടയർഡായി. എന്താ കാര്യം? ഈവനിങ് സ്കൂളിൽ നിന്ന് നടന്നിട്ട് വരും വീട്ടിലോട്ട്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അവർ നടക്കാമെന്ന് പറഞ്ഞ് നടന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു സോണിൻ്റെ അടുത്ത് ഇന്ന് മുതൽ പിക്ക് ചെയ്യാൻ. യൂഷ്വലി സോണല്ലേ പിക്ക് ചെയ്യണത്. നടന്നു വരുമ്പോൾ ഭയങ്കര ടയർഡാവുമല്ലോ. അവിടെ ഒരാൾ ആറ്റിക്കൊണ്ടിരിക്കണാണ്. യെസ്, അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് ബാങ്ക് ആവണ വരെ ഓതി. ഇപ്പോൾ ബാങ്കായി നിസ്കരിച്ച് ഇപ്പോൾ 6 മണി ആവാറായി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് വേണം എണീറ്റിട്ട് ബാക്കി പണിയൊക്കെ നോക്കാൻ. ഈ കമ്മീസ് കണ്ട നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും പ്രിൻറ്റഡും എൻ്റെ അടുത്തുണ്ട് വേറെ ടൈപ്പ് കമ്മീസൊക്കെ അല്ലേ. ഇതൊക്കെ പണ്ട് ഉമ്മമാരെ ഇടുന്നത് ഓർമ്മയില്ലേ? നമ്മുടെ ദാദി നമ്മുടെ ഉമ്മ അങ്ങനെയൊക്കെ ഇടുന്ന കമ്മീസാണ്, വൈറ്റ് ഫുള്ള്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു, പഴയതാണ്. അപ്പോൾ മറ്റേത് ഞാൻ കഴുകിയിടാൻ ഇട്ടേക്കുക. അപ്പോൾ ഇത് ഇട്ടേന്ന്. അപ്പോൾ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ നിസ്കരിക്കണമൊക്കെ ഓർമ്മ വന്ന്. മമ്മ
ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ആക്ച്വലി ഇപ്പോഴല്ലേ, ഈയിടെ ആയിട്ടല്ലേ ആ പ്രിൻറ്റഡ് ടൈപ്പൊക്കെ വരാൻ തുടങ്ങി. പണ്ട് കമീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതല്ലേ, വൈറ്റ് അല്ലേ ഓർമ്മ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്കിനി പിന്നെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നേരത്തെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് 2 നോമ്പ് നമ്മൾ വിചാരിക്കുന്നു നേരത്തെ തുടങ്ങണമെന്ന്, നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന്. പക്ഷെ നോമ്പ് തുറക്കണ വരെ നമുക്ക് പണി ഉണ്ടല്ലോ സോറി, ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് വേഗം ഇരിക്കണോ. അപ്പൊ രാവിലെ തന്നെ പണി തുടങ്ങി. പിന്നെ ഇന്നലെ വെച്ച ബീഫ് കറി കെട്ടിയോന് സെറ്റ് ആയിട്ടില്ല. അങ്ങനെ കുറ്റമൊന്നും പറയാറില്ല, പാവം. നല്ല കറിയാണെങ്കിൽ നല്ലോണം കഴിക്കും. അങ്ങനെ നല്ലോണം കഴിച്ചില്ല, മനസ്സിലായി. ഞാൻ കഴിച്ചപ്പോൾ വലിയ സുഖമില്ലായിരുന്നു, പെപ്പറൊക്കെ ഇട്ടിട്ട്. ഓൾറെഡി മഷു മറ്റേ ഫിച്ചക്കിന്റെ ഇതിൽ അങ്ങോട്ട് ഓട്ടം ഇങ്ങോട്ട് ഓട്ടം, അതാണ് ഫിച്ചക്കിന് നോക്കിയ തുടക്കാൻ തുടങ്ങി. എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. മറ്റേ ലഞ്ച് ബാഗ്, ബോള്, ബക്കറ്റ്സ് എല്ലാം ഉണ്ട് അവിടെ. നോ കീപ് ഇറ്റ്. ആ വെച്ച് പോയി ഓടി കൊണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ ബേബിക്ക് റെഡ് കളർ കറി കിട്ടിയെന്ന് പറഞ്ഞു ബീഫിന്റെ. അപ്പൊ ഞാൻ സാധാരണ നമ്മുടെ വെക്കണ പോലെ അല്ലേ? അല്ല, സാധാരണ റെഡ് ആയിരിക്കൂല, ഒരു വേറെ കളർ. ഇന്ന് ഞാൻ വിചാരിച്ചു മറ്റേ മുളകില്ലേ, റെഡ് കളർ, എന്ത് മുളക്? വറ്റൽ മുളക്. അതൊന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് പൊടിച്ചിട്ട് മാംഗ്ലൂർ സ്റ്റൈലാ. അങ്ങനത്തെ ഗസി പോലെ ആക്കാന്ന് വിചാരിച്ചു. ചിലപ്പോൾ അത് ഇഷ്ടമായിരിക്കും. അപ്പൊ ലാസ്റ്റ് പത്തിരാണ്. അപ്പൊ ആദ്യം കറി വെച്ച് തീർക്കാം, എന്നിട്ട് 1-2-3 കടികൾ എനിക്കൊരു മൈൻഡിലുണ്ട്. ടൈം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കണം. അത് സിമ്പിളാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഉണ്ടാക്കാൻ എനിക്കും ഇഷ്ടമില്ല. ബിക്കോസ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാക്കാൻ തോന്നൂല. നമുക്കിപ്പോ ബാക്കിയുള്ള ആൾക്കാരുടെ വീഡിയോസ് തന്നെ നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ കടിയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മൾ ഉണ്ടാക്കാറില്ല. അപ്പൊ ചെറുത് കാരണം നമുക്ക് ഉണ്ടാക്കാനോ ട്രൈ ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചുമക്കൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഞാനെല്ലാം നിർത്തണം. അപ്പം ഇന്ന് മുതൽ നിർത്താൻ പോകണം, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ഡ്രിങ്ക് പോലും വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഇന്നലെ നൈറ്റ് ഞാൻ നരക വേദന അനുഭവിച്ചു ഗൈസ്. നരകം കണ്ട് അതന്നെ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇന്ന് എങ്ങനെയാണ് ആ ബീഫ് ഒന്ന് റെഡിയാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ബീഫ് ആദ്യം വേവാൻ വെക്കട്ടെ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കുറച്ച് വെള്ളം. ഗൈസ് കേട്ടോ, ടിങ് 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 വന്നുകൊണ്ടിരിക്കുക. നമ്മളെ കുറവൊന്നുമില്ല, നമുക്ക് ഫുൾ ഓർഡേഴ്സിന്റെ ബഹളം. ഞാൻ അപ്പപ്പോ അപ്പുറത്തെ വീട്ടിൽ ഓടേണ്ടി വരേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ഓർഡർ വരും. അതായത് ഷോപ്പിഫൈയുടെ സൗണ്ട്. അപ്പൊ ഈ ബീഫ് വേവാൻ വെക്കാൻ എന്റെ കെട്ടുപോലെ ഇന്നലെ കറി സെറ്റ് ആകാത്തോണ്ട് ഇന്നൊരു പൊളി കറി ഉണ്ടാക്കി. അതല്ല ടെൻഷൻ, 2-3 ദിവസത്തിൽ പോകും. അതാണ് ഇന്ന് 2-3 കടികൾ ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട് ഉണ്ടാക്കിക്കോ. ഇതെല്ലാം ഞാൻ പ്രഗ്നന്റ് വുമൻസിന്റെ അടുത്ത് ചോദിക്കണ പോലെ ബേബി എടുത്ത്, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ ആഗ്രഹമില്ല. ചോറും കറിയൊക്കെ തിന്നാനായിരിക്കും. അതെ, അത് പോയി വരുമ്പോ അങ്ങനെ ആയിരിക്കും. പക്ഷെ 1 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അല്ല, അപ്പത്തേക്ക് നിങ്ങൾ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കൊതി ഉറപ്പല്ലേ. പിന്നെ അവിടെ ഷാജുവിന്റെ ഷോപ്പിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ അത്യാവശ്യം നല്ല ബിരിയാണി റൈസും ബിരിയാണിയൊക്കെ ടേസ്റ്റാ. അവിടെ പോയി കഴിക്കാം. ഊണ് അന്വേഷിച്ചൊക്കെ ഉണ്ടാവും. അല്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഊണ് കഴിക്കാനുള്ള കേരള റെസ്റ്റോറന്റ് പോലെ ഉണ്ടാവും. അതല്ലേ ഈ ഷാജുവിന്റെ ഷോപ്പ് തന്നെ എല്ലാം മിക്സ് അല്ലേ, എല്ലാ ഐറ്റംസും ഊണില്ല. ബിരിയാണി, ഗീ റൈസ് ഒക്കെ, പക്ഷെ അത് നല്ല ടേസ്റ്റാ. ബിരിയാണി, ഗീ റൈസ് ഒക്കെ നല്ല ടേസ്റ്റാ. ഞാൻ പിന്നെ മലേഷ്യയിൽ പോയിട്ട് മറ്റേ ബംഗ്ലാദേശിന്റെ ബിരിയാണി അല്ലേ, അത് ബിരിയാണി അല്ല, നെയ്ച്ചോറും ചിക്കൻ ഒരു സൈസ് ഗ്രേവി അല്ലേ, ഒരു ടൈപ്പ് നല്ല തിക്കായിട്ടുള്ളത്. അത് ഡെയിലി കഴിച്ച് അവസാനം ചോറിന്റെ ആളെ കൊതിയായി. മഷു ഡിപ്രഷനായി. അത് തായ്ലാന്റാണ് ഇപ്പൊ മഷുവിന്. അല്ല, മലേഷ്യയിൽ അത്ര വലിയ പ്രശ്നമില്ല. തായ്ലാന്റാണ്. ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ, അതും 2 weeks. ലാസ്റ്റ് ആയപ്പോ എനിക്ക് ഒട്ടും പറ്റിയില്ല. ഞാൻ ചോറ് വേണമെന്നൊക്കെ പറയുമ്പോ ഇവർ വിചാരിക്കുന്ന ചോറായാ മതി, ചോറ് ബിരിയാണി റൈസ്.
എനിക്കതല്ല, എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഈ ബോയിൽഡ് റൈസ് എനിക്ക് വേണം. അതെനിക്ക് കുറച്ച് കഴിച്ചാൽ സീനാ. ഇനി നോമ്പിലും അത് തുടങ്ങുമ്പോ പിന്നെ ചോറും കറി ആയിരിക്കും. ബേബി പോയി പിന്നെ നാസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കും. എനിക്ക് ഈന്തപ്പഴവും ജ്യൂസ് ഇട്ടിട്ട് തുറന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, അന്ന് പുറത്തേക്ക് കഴിക്കാല്ലേ. അല്ലെങ്കിൽ പിന്നെ ചോറും കറി, സാമ്പാർ, ചോറും കറി കണ്ടറിയാം. പൊളിയായിരിക്കും. അതാണ് കണ്ടറിയാം. ചിലപ്പോ ഫുള്ള് പൊളിയായിരിക്കും. അല്ല, പക്ഷെ ഇല്ലാത്ത ടൈമില് ഞാൻ ചെമ്മീൻ ബിരിയാണി, മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉള്ള ടൈമിൽ ഉണ്ടാക്കുമല്ലോ, ഞാനും കൂടെ തിന്നൂലെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ ആ ടൈം ആകുമ്പോ ഇങ്ങനെ പല സാധനങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പോകും. അതുകൊണ്ട് പക്ഷേ തനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഓക്കെ, നിങ്ങൾക്ക് എഡിറ്റൊക്കെ ചെയ്യാനില്ലേ? ഞാനിതൊക്കെ സെറ്റ് ആക്കാം. ഗൈസ്, ബീഫ് വേവുന്ന ആ സമയത്ത് സൈഡ് ബൈ സൈഡ് ഞാൻ കടികൾക്കുള്ള മസാല ചെയ്യാന്ന് വിചാരിച്ചു. സോനു ചിക്കൻ വാഷ് ചെയ്തോണ്ടിരിക്കും. ഞാൻ വിളിച്ചല്ല, പറഞ്ഞാലൂടെ. സോനു ചിക്കൻ വാഷ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. അപ്പോൾ ഞാനിവിടെ മസാല ഒക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ചിക്കൻ സമോസ ഉണ്ടാക്കട്ടെ. സമോസ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, റെസിപ്പി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അറിയാത്ത ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു 2 സവാള എടുക്കും. കുറേ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സവാള എടുക്കും, ഒരു പച്ചമുളക് എടുക്കും, കുറച്ച് ഓയിൽ നല്ലോണം സോട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അയ്യോ, ഞാൻ ഉപ്പിട്ടായില്ലേ, മറന്നുപോയി. മമ്മീനെ വിളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് ചിക്കൻ മസാല കുറച്ചിട്ടിട്ട് നല്ലോണം ചോട്ട് ചെയ്ത് വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടാവുമല്ലോ, ഉപ്പ് മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് സമോസ ഷീറ്റിൽ പൊതിഞ്ഞാൽ നിങ്ങളുടെ സമോസ റെഡി. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗൈസ്, സമോസത്തിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അതേ പാനിൽ തന്നെ എനിക്ക് കട്ട്ലേറ്റിനുള്ളത് എടുക്കുന്നുണ്ട്. കട്ട്ലേറ്റിന് പെപ്പറാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. അത് സമോസ മസാല റെഡ് ആയിരിക്കും, ഒരു ബ്ലാക്ക് പെപ്പറാണ് കൂടുതൽ ഇട്ട് വരുന്നത്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മറ്റൊന്ന് കറിവേപ്പില ഇട്ടിട്ടില്ല. ഇതെല്ലാം അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല കേട്ടോ ഞാൻ പറയണേ. ജസ്റ്റ് ഫോർ ബിഗിനേഴ്സ് ഹൂ ജസ്റ്റ് വൺ കുക്ക്. പക്ഷേ അവർക്ക് എങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയൊന്നും അറിയില്ലല്ലോ. ജസ്റ്റ് അവർക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. സോ ദാറ്റ് ദേ ക്യാൻ സ്റ്റാർട്ട് വിതൗട്ട് എനി ഫിയർ. ഓക്കെ, അപ്പോൾ ഇതും സെറ്റ്. നമുക്കിതിൽ പൊട്ടാറ്റോ പിന്നെ മിൻസ്ഡ് ബീഫ് ഇട്ട് കൊടുക്കാം. മാഷ്ഡ് പൊട്ടാറ്റോസ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലിടേണ്ടത് നമുക്ക് ബീഫാണ്. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാലയും റെഡിയാവും. സോ അവിടെ നമുക്ക് സമോസത്തിൻ്റെ മസാലയും റെഡിയാവും. ബേബി അങ്ങോട്ടൊക്കെ. പിന്നെ ഇത് ചിക്കൻ കായ്പോള അല്ല, ചിക്കൻ പോളക്കുള്ള ചിക്കൻ പോളക്കുള്ള മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആണ്. ഇത് ചിക്കൻ സമോസത്തിനുള്ള പൂതനമായിട്ടുള്ള സോണിയുടെ കിളി പോയി. അപ്പൊ ഇത് സമോക്കുള്ള എന്താണിത്? സമൂസക്കുള്ള ബീഫാണ്. ഇതില് മഞ്ഞപ്പൊടി, ചിക്കൻ അല്ലേ? എന്തുവാണ് ഇത്? നിങ്ങൾ വെള്ളികളുടെ ചിക്കനാണ്. എന്തൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഇത് ഗരം മസാല, ഉപ്പ്. ഓക്കെ, ഇതില് ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതെന്തിനാ? ചിക്കൻ പോല. ഇതിലുള്ള ഇതെന്തിനാ? ബീഫ്. ഇതിലെന്താ? ബീഫ്. എന്തിനാ? കറിക്കും കട്ട്ലേറ്റ്. നീ മറന്നുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ. 1 by 1 ഞാൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ബീഫ് നമ്മൾ വെന്ത ബീഫ് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വിൽ മിക്സ് ഓൾ ടുഗെദർ. എന്നിട്ട് ഒരു പിടി പിടിക്കാം. ഓക്കെ, അടുത്ത ഈ സമൂസ മസാലയിൽ ഞാൻ കുറച്ച് ചോപ്ഡ് ക്യാരറ്റ് ഇടുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായി, കുഴപ്പമില്ല. അതെല്ലാം മിക്സ് ചെയ്യാം.
കട്ട്ലറ്റ് മസാല റെഡിയാണ്. ഇനി അത് ഒന്ന് ഷേപ്പിലാക്കി എടുക്കണം. ഇതും ഇപ്പം റെഡിയാവും. ചിക്കൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് റെഡി. അപ്പോൾ 2 കടികൾക്കുള്ളത് റെഡിയായി. ഓൾ ദി ബെസ്റ്റ്. സുനു ഇവിടെ വന്നിരുന്നു. കഥ പറയാൻ സുനു. യെസ് ഗൈസ്, അങ്ങനെ കട്ട്ലേറ്റ് പിടിയാക്കാലോ എന്ന് പറഞ്ഞാൽ അപ്പം അത്ര വരെ ഇരിക്കാമല്ലോ. ഇത്ര വരെ എഴുന്നേറ്റിരിക്കണേ. ഒരു ചെക്കൻ പ്ലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അവന് സ്നാക്സ് കഴിക്കാൻ കൊടുത്തതാണ്. സ്നാക്സ് ഓക്കെ. ഒരാൾ കയറുന്നുണ്ട് കേട്ടോ ടേബിളിൽ. സ്നാക്ക് അതെ ബോക്കിയതാണ്. എബു സ്നാക്ക്. മഷു സ്നാക്ക് കഴിക്കണ കാണിച്ചു കൊടുത്ത എബു. Which snack is that, Ebu? Is it sweet? Hey, Sweet? what are you eating? Wow. Show me the snack. Is it yummy? Good. Yummy? Good. ഒന്നുമില്ലേ പറയണില്ലല്ലോ. അതൊന്നും No, വേണ്ട. no, No, എനിക്ക് എൻ്റെ no. ഇഷ്ടമല്ല. ഞാനൊന്ന് ആസ്വദിച്ച് തിന്നോട്ടെ എന്ന് I പറഞ്ഞു. don't like the Paps moment. Yeah. Paps moment. Oh, your Paps moment. Please leave me alone. Please leave me alone. No, immi നോമ്പ് fasting. Immi. All are fasting. Only you don't have fast. Oh, We are fasting. We're fasting. Fasting. We cannot eat. I like an orange. You want an orange. Okay, orange. അതാണ് ഇഷ്ടമായിരുന്നു. Orange. Orange dip. This color? Dip. What's the color? Big orange. Orange dip. What is this color? Chocolate. Ooh. This Chocolate. chocolate color. Brown. Is it yummy? Is it yummy? You like it? Delicious. എന്താ പറഞ്ഞ മനസ്സിലായി? വലിയ ഇഷ്ടമൊന്നായിട്ടില്ല. നല്ല വെറുതെ കറുപ്പ് കഴിക്കണമെന്ന് തോന്നുന്നു. കഴിച്ചോണ്ടിരിക്കോ. വലിയ ഇഷ്ടമാണെങ്കിൽ ഭയങ്കര എക്സ്പ്രഷൻ ഇടും. ഇങ്ങനെയാണോ? മറന്നുപോയോ സുനു? കഴിഞ്ഞ ഒന്നും ചെയ്തത്. കഴിഞ്ഞ കൊല്ലല്ലേ നിങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഫേസ് വേണോ ക്യാമറയില്? ഞങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. പറയൂ സ്കൂളിലത്തെ കഥയൊക്കെ പറയൂ. സുനുമോള് ഉണ്ടാവാറേ ഇല്ല വീഡിയോയില്. അത്താഴത്തിന് ഞാൻ സുനുമോളെ കാണിക്കാണ്ടാന്ന്. നിങ്ങൾ പിന്നെ കണ്ടുപിടിക്കൂലേ സുനുവാന്ന്. സുനു എങ്ങനെയാണ്? കണ്ണ് തുറക്കൂല. എന്താണ് ആ ഉറക്കം പോവല്ല. ലൈക്ക് ദിസ് ലൈക്ക് ദിസ് അല്ലേ? എന്നിട്ട് പരത്തി ഒരട്ടെ രണ്ടടിയൊക്കെ കൊടുത്ത് സുനു ഞാനും ഒരേപോലെ. ഞാൻ ഉരുണ്ടിരിക്കണമെന്നേ ഉള്ളൂ ഹൈറ്റൊക്കെ അല്ലേ. ഞാൻ പിന്നെ കുറച്ച് സ്ലിം ആയ പിന്നെ സുനു എന്നാണ് ഒരേ പൊള്ളയിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ലിം ആവാത്ത ആയാൽ കേട്ടോ. കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ തടി ഉറക്കൂല എന്നുള്ളത് അറിയാം. ഇല്ല, ഞാൻ കുറക്കും ഇൻഷാള്ള. കുറക്കണം. കുറച്ച് അൺഹെൽത്തി ആയിട്ട് ഞാൻ തട്ടിപ്പോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറക്കും. പക്ഷേ എന്നെ ഇന്നലെ കൂടെ പറയണ്ട സോനു കൈവിട്ട് പോയിട്ടാ നിനക്ക് വല്ലതും സംഭവിക്കും. അമ്മച്ചിക്ക് ഇങ്ങനെയായിരുന്നു. ഷുഗർ കൂടി സൈലന്റ് അറ്റാക്ക് വന്നിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാരമ്പര്യമാണ് ഷുഗർ. ഷുഗർ പാരമ്പര്യമായതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എല്ലാം സെറ്റാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം നാൾ എന്നെ വീഡിയോയിൽ കാണാൻ പറ്റൂല. ഞാൻ വീഡിയോയിലില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുമോന്ന് അറിയാം. നിങ്ങൾ എപ്പോഴൊക്കെ പറയും, കമൻറ്റ് ഇടും സോനത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായാണ്, സോനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എപ്പോഴും കമൻറ്റ് ഇടും ഇവൻ്റെ വീഡിയോയിൽ അല്ലേ? ഇല്ലേ? പിന്നെ സുനു എന്തൊക്കെയാണ്? പിന്നെ സുനു സൈഗു എബ്രു. ഞാൻ എന്താ പറയണ അത് തന്നെ അവൻ പറയണം. പിന്നെ സുനു സേ. പിന്നെ സുനു സേ. എന്താ പശു പൊട്ടിത്തെറിക്കണ?
അപ്പൊ സ്കൂളിൽ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? White water. White water. White water. ഇപ്പൊ 10th ബോർഡ് എക്സാം നടക്കണേണ്. ഇവരുടെ 10th അല്ല, ഒറിജിനൽ 10th. ഇവര് 9th 10th ആയതിന്റെ ക്ലാസ് തുടങ്ങിയേക്കാം. ഇംഗ്ലീഷ് ബോർഡ് എക്സാം. അപ്പൊ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കണേ 10th 12th ബോർഡ് എക്സാം ആണല്ലേ. അപ്പൊ എല്ലാവർക്കും നടന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ 10th ബോർഡ് എക്സാം എഴുതുന്ന എല്ലാവരും പ്രയറിൽ ഉൾപ്പെടുത്തുക. അവർക്ക് ഏറ്റവും വലിയ ക്രൂഷ്യൽ മൊമെന്റ് ആയിരിക്കും ഇപ്പൊ 10th 12th. എനിക്കെന്നെ പേടിയാണ് ഓർത്തിട്ട്. സുനുവിനൊന്നും പേടിയില്ല. എന്ത് പഠിക്കുക എഴുതുക അത്ര ഉള്ളു അല്ല സുന? പിന്നെ ഒരു പ്രാവശ്യം വായിച്ച ഇതായോണ്ടേ പേടിയുമില്ല. സ്വയം എടുത്തറേ പിന്നെ ഭയങ്കരമാണ്. എന്നാൽ നമ്മളത്രയൊന്നും പരീക്ഷ സമയത്തുള്ള പേടി ഈ ഒരു ജനറേഷനില്ല. അതെനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാനൊക്കെ എന്താ പറയണ, ഡെയിലി നമ്മൾ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട ഇപ്പം അല്ലെങ്കിൽ പോലും എക്സാമിൻ്റെ അടുത്തെത്തുമ്പോൾ പിന്നെ ഡെയിലി ഇരുന്ന് കുത്തിയിരുന്ന് പഠിപ്പിക്കായിരിക്കും. രാവിലെയൊക്കെ എഴുന്നേക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ്. ഒരു പേടിയുണ്ട്. ഇവർക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. പഠിക്കേണ്ട ടൈമിൽ അത്ര ഇച്ചിരി നേരം ഇരുന്ന് പഠിക്കുക, അത്ര തന്നെ. ഫുള്ളിരുന്ന് പഠിച്ചെങ്കിൽ ഫുൾ മാർക്ക്. എന്താ എങ്ങനെയുണ്ട് ഇപ്പൊ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ടഫായിട്ട് തോന്നുന്നുണ്ടോ മാത്സ് ഒക്കെ? മാത്സ് ആണ് കുറച്ച് ടഫായിട്ട് തോന്നല്ല. പിന്നെ ആവും പറയണെല്ലാം പറയണുണ്ട് അവിടെ. മഷു ദേ വെള്ളം ഒഴിച്ച് കളിക്കട്. ചോക്ലേറ്റ് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നക്കി നക്കി കുടിക്കട്. പൂച്ചക്കുഞ്ഞ്. ഓക്കെ ഫിനിഷ്. കരച്ചിലായിട്ട് ആ ചോക്ലേറ്റ് വെള്ളം ഒഴിച്ച് കളിക്കണം. അപ്പൊ അത് എടുത്തോണ്ട് പോയാനാണ്. ഞാൻ സുനുവിന്റെ മാത്സ് ചോദിച്ചോണ്ടിരിക്കും. അതന്നെ എന്തിനാ ഞാൻ ആൾക്കാരാണ്. വെള്ളം കണ്ടാൽ ഞങ്ങൾ തന്നെ മറന്നു പോകുന്നതാണ്. പിസസ് കുട്ടികളാണ്. ഞാൻ ഇവരൊക്കെ പിസസ്. അപ്പൊ ഫിഷാണ് അതിന്റെ ചിഹ്നം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മീനിന്റെ രാശിയാണല്ലോ, മീനും രാശി. അപ്പോൾ വെള്ളം കണ്ടതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. പൂളിലൊക്കെ ഇറങ്ങിയാലും മറ്റേ പുഴയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാവശ്യം ഇതുപോലെ പാണേരിപ്പോര് പോയപ്പോൾ രാവിലെ ഇറങ്ങി, രാവിലെ അല്ല ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 11:30 12 ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വൈകിട്ട് 5 മണിക്കാണ് ആ പുഴയെന്ന് കയറിയത്. അതൊക്കെ ഇറങ്ങിയാൽ വല്ല മുതലേയും കടിക്കുമെന്ന് കേൾക്കാം. ഇപ്പൊ പാണേലിപ്പോരിലൊക്കെ 2-3 പ്രാവശ്യം മുതലേനെ കണ്ടതൊക്കെ പറയണ്ടായിരുന്നു. ഭാഗ്യം ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് മുതലില്ലാത്തത്. സുനു ഞാൻ മാത്രം കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. പറ, എനിക്കിപ്പോ മാത്സ് ഒക്കെ ഈസി ആണല്ലേ? ഏകദേശം കുഴപ്പമില്ല. നന്നായിട്ട് ഇപ്പൊ ട്യൂഷനൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മാത്സ് കുറച്ചൊരു ടഫ് മൊമെന്റ് ആയിരുന്നു ഒരു ടൈമിൽ. ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം, എത്ര ദൂരെ വേണമെങ്കിലും ഓടി ചാടി നടക്കാം. കഥയൊക്കെ വണ്ടിയാണ്. എത്ര ദൂരം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോയി, ഏത് ട്യൂഷൻ വേണമെങ്കിലും ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഒന്ന് പഠിച്ച് തന്നാ മതി അല്ലേ? സമോസ ഇനി കഥ പറയണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, അടുത്ത കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സന്ധിക്കും വരെ എന്താണ് വണക്കം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി നോക്കാം നമുക്ക്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആവട്ടെ. ഓക്കെ, നമ്മുടെ ആസ് യൂഷ്വൽ 2 സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്നാക്ക് ചെയ്യാൻ വേണ്ടി പാൻ കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് പേടിയുള്ള പരിഷ്കരികളൊക്കെ ഇങ്ങനെ 2 കത്തിയും പിടിച്ചിട്ട് ചിക്കൻ പൊരിക്കും. നമ്മളാണെങ്കിൽ കയ്യിൽ പിച്ചി എടുക്കും. യെല്ലോ ഒക്കെ കിട്ടട്ടെ എനിക്ക്. ഇത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. അത് ചിക്കൻ പൊള എന്തെങ്കിലും നടുവേദന എടുത്തിട്ട് വയ്യ കൈസ് നിന്നിട്ട്. അപ്പോൾ ട്യൂഷൻ ഉണ്ടല്ലേ ഇന്ന് അവർക്ക്?
അപ്പോൾ ദ ലാസ്റ്റ് റെസിപ്പി നമുക്ക് ചെയ്യാൻ പോവും. കടികൾ ചിക്കൻ പോലാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ, ഓണിയൻസ്, ചില്ലി, ഗ്രീൻ ചില്ലി എന്ന് പറയാൻ പറ്റില്ല, ചില്ലി ഇല്ലല്ല, ഗ്രീൻ ചില്ലി ഒരെണ്ണം തന്നെ, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ചോപ്ഡ് ഇതിലിട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇച്ചിരി. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. സോനു ആ മൂലക്ക് നിന്നിട്ട് നമുക്ക് ഇത് നമ്മൾ ഒറ്റ ഡ്രിങ്കാണ് അല്ലല്ലേ, രണ്ട് ഡ്രിങ്ക് ഞാൻ ഒറ്റ ഡ്രിങ്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ സോനു ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ വെള്ളം, ഓറഞ്ച് ഇട്ടാ ഞാൻ പറയണായിരുന്നു നിന്റെ നാരങ്ങ വെള്ളമൊക്കെ ഒരു വൈബില്ല പണ്ടത്തെ പോലെ. അത് അപ്പൊ സോനു പറഞ്ഞ് സോനുന്റെ സ്പെഷ്യൽ വെള്ളം ഉണ്ടല്ലോ അതല്ല ഇത്, നോർമൽ നാരങ്ങ വെള്ളം എല്ലാ വീട്ടിലും വെക്കണ പോലെ. സോനാകുമ്പോ ഓറഞ്ച് പിഴിയും പിഴിയും. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയണ്ട്, നോക്കാം. ഓറഞ്ച് നല്ല മധുരമുള്ളതാണ്, നല്ല വൈബ് ഉണ്ടാവും. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ ഇതിലോട്ട് ഇനി അല്ല അജിന്റെ കാലിക്കേണ്ട ഒരു മണമുണ്ട്, അത് മാറണം. പിന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ട് നിന്നിട്ട്, രാവിലെ നിന്നല്ലേ ഉച്ചാവരായി. എല്ലാ പണി കഴിഞ്ഞിട്ട് വേണം നിസ്കരിച്ചിട്ട് ഒന്ന് അപ്പുറത്ത് പോവാൻ. ഇന്നത്തെ പാക്കിംഗ് ഒക്കെ എന്തായാലും നോക്കണം. എനിക്ക് പിന്നെ സ്റ്റാഫുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അവിടെ പോയില്ലെങ്കിൽ മതിയാവൂലേ ഗൈസ്, എല്ലാം നോക്കിയേ പറ്റുള്ളൂ. എനിക്കില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടാവോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവൂലേ, എനിക്ക് ഫുൾ സ്ട്രെസ് ആണ് പറ്റുള്ളൂ. പോയി കഴിയുമ്പോഴാണ് എനിക്ക് സ്ട്രെസ് വരാൻ പോകുന്നത്. സ്റ്റാഫ്സ് നോക്കണമെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് മച്ച് കംഫർട്ടബിൾ. ബിക്കോസ് എൻ്റെ ഒരു കണ്ണ് വേണം. അത് ഏതേ ബിസിനസ്സിലായാലും നമ്മുടെ ഓണേഴ്സിന്റെ ഒരു കണ്ണ് വേണം. മൊത്തത്തിൽ വിട്ട് കഴിഞ്ഞാൽ പോയി. പിന്നെ ഇപ്പൊ ബേബി നോക്കണമെന്നിട്ട് കുഴപ്പമില്ല. ബേബിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റൂല. എന്റേതും നിങ്ങത് തന്നെ നോക്കുന്നത് പറഞ്ഞ ബേബി ഓടി വിടരുത്. മൊത്തത്തിലല്ല, അല്ലാതെ സഹായിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ എന്തെങ്കിലുമൊക്കെ വിളി ചോദിക്കുന്നത് അങ്ങനെ ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. സജഷൻസ് എന്തായാലും ബേബിടുത്ത് തന്നെയാ ചോദിക്കണം. അതെന്താ ചെയ്യേണ്ടത്? പെപ്പർ പൗഡർ ഇട്ട് പിന്നെ ചിക്കൻ മസാല ഇടണം കുറച്ച്. ഇന്നലെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ആ ഡെന്നിന്. ഇതുവരെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കല്ല. അത് ഫുൾ ഒറ്റ ദിവസത്തിൽ വിതിൻ ഫ്യൂ അവേഴ്സ് കുറെ പീസസ് ഉണ്ടായിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി. ഡെനിക്സിൽ തന്നെ വേറെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമല്ല, ഫിറ്റ് എത്നിക്സും ഫിറ്റ് വെസ്റ്റേൺ വേഴ്സ് എല്ലാ ഇത് നിങ്ങൾ ചെക്ക് ആക്കണം. ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ഞാൻ യൂട്യൂബ് ഷോർട്സിലും ഇടാറുണ്ട് നമ്മുടെ കളക്ഷൻസ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇടാത്ത കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കണം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ, സ്റ്റാഫ്സ് ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ കയറാൻ പറ്റുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്, ഗൂഗിളിൽ പോയിട്ട് www.fitcheckbymashrabashi.com വെസ്റ്റേൺ വെയർ വേണമെങ്കിൽ, അല്ലെങ്കിൽ www.fitcheckethnicsbymashrabashi.com നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കയറിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഫിറ്റ്ചെക്ക്, എത്നിക്സ്, ഇതുപോലെ സൽവാർ സംഭവങ്ങളും എല്ലാം. ഫിറ്റ്ചെക്ക് ബൈ മഷ്റൂബാഷി വെസ്റ്റേൺ വെയർസ് അത്ര വിചാരിച്ചാൽ സിമ്പിൾ. അപ്പൊ ഇതൊക്കെ ഒന്ന് സോർട്ട് ആയിട്ട് വേണം നമ്മൾ ആ ചിക്കൻ ചൈൻസ് ഇട്ട് കൊടുക്കാൻ. നല്ല ഷേക്കാണെങ്കിൽ എല്ലാവരും കുടിക്കും. മറ്റേ എസൻസ് ഒക്കെ ആരും കുടിക്കൂല, അങ്ങനെ തന്നെ ഇരിക്കും. വെറുതെ നമ്മൾ ചോക്ക് വെക്കണാണ് ടേബിളിൽ, പക്ഷെ ആരും കുടിക്കൂല. സുനു പറയണായിരുന്നു വല്ല മാംഗോ ഷേക്ക്, അവക്കാഡോ ഷേക്ക് ഒക്കെ ഉണ്ടാക്കരുത്. മാംഗോ അവക്കാഡോ ഒക്കെ കിട്ടിയിട്ട് വേണ്ടേ, കായാണ്, പഴുത്തിട്ട് പോലും ഇല്ല. നമ്മളന്ന് ഷോപ്പിൽ പോയപ്പോ ജൂണിലല്ലേ. എന്റെ ഓർമ്മ മഴ സീസണിലാന്ന് തോന്നുന്നു നമ്മളാണ് കിട്ടുന്നത്. സമ്മറിൽ ഇങ്ങനെ പരസ്യം കണ്ടിട്ടില്ലേ, സ്ലൈസിന്റെ ഒക്കെ സമ്മറിൽ മാംഗോന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ ഓർമ്മയില്ലേ സമ്മറിൽ നല്ലോണം കിട്ടും. സമ്മറായില്ല, പക്ഷെ നമ്മള് ഷോപ്പിംഗ് പോയപ്പോ സോനോടെ പറയണായിരുന്നു എന്താണ് ഒരു മാങ്ങ പഴുത്തിട്ടില്ലല്ലോ. അത് ഒരു പച്ച എടുത്തിട്ടായിരിക്കും സ്റ്റോക്ക്, പെട്ടെന്ന് തീർത്താവണ്ടെന്ന് വിചാരിച്ച് പച്ച സ്റ്റോക്ക് എടുക്കണായിരിക്കും. വീട്ടിൽ കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചതില്ലെന്ന്.
അവക്കാടോ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു കായ, പക്ഷെ മറന്നുപോയി ഞാൻ. അങ്ങനെ പല സാധനങ്ങളും ഞാൻ മറന്നിട്ടുണ്ട്. സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് എടുക്കണമെന്ന് വിചാരിച്ച് അത് ഞാൻ മറന്നു. പല കാര്യങ്ങളും മറന്നു. മെയിനായിട്ട് ഗ്ലാസ് മറന്നല്ലോ. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അയ്യോ, കടികളൊക്കെ സമോസ ഷീറ്റ് തീർന്നു ഗൈസ്. 50 പീസസിന്റെ സമോസ ഷീറ്റ് മൂന്നാമത്തെ ദിവസം നമ്മൾ സക്സസ്ഫുള്ളി തീർത്തിരിക്കുക. 2-3 ഉണങ്ങിയ പീസ് ഉണ്ട്. കൊള്ളൂല ഈ പ്രാവശ്യത്തെ ഷീറ്റ്, ഭയങ്കര ഡ്രൈ ആവും പെട്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചോങ്സ് ഇട്ട് കൊടുക്കും. ഓക്കെ, let me show you guys. എവിടെ ഇവിടെ ഇത് പോളക്കായത് കൊണ്ടിട്ട് നമ്മൾ ഷ്രെഡ് ചെയ്തിട്ടില്ല, ഫുള്ള് ചങ് പോലെയാണ്. അപ്പോൾ ലെറ്റ്സ് മിക്സ് ഇറ്റ് ഓൾ ടുഗദർ. ശരിയാ, അത് കൊട്ടണം. ഒരെണ്ണം കഴിയുമ്പോൾ അപ്പം തന്നെ കൈ വാഷ് ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യണേ, അല്ലെങ്കിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴാ കര വരണേ. നീ ഇപ്പം എത്ര നേരം വെച്ച്, ഞാൻ ഒരെണ്ണം എടുക്കും വാഷ് ചെയ്യും, അപ്പം തന്നെ ഒരെണ്ണം എടുക്കും വാഷ് ചെയ്യും. അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ കര വരണേ. ഇപ്പൊ 2 ഉണ്ട് ഇതില്. നല്ല പൊളി കത്തിയുടെ പാടുകണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവൂല. കത്തി കൈ വെച്ചിരിക്കണവർക്ക് ഫുൾ പാടല്ല. ഈ മാസം ഫുള്ള് വരല് മൊത്തം പാടല്ല. നല്ല ഭംഗിയായിരിക്കും. അലർജി, എന്റെ അലർജി എല്ലാവർക്കും കയറി. അപ്പോൾ ഇത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 എഗ്ഗ്, കുറച്ച് പാല്, ഉപ്പ്, പെപ്പർ പൗഡർ ആൻഡ് ബ്രെഡ്. ഒരു 3 ബ്രെഡിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് മാത്രം എടുത്ത് ബ്രൗൺ മാറ്റി. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. സോ ദ ബാറ്റർ ഈസ് റെഡി. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. യെസ്, തേച്ച് വെച്ചിട്ടുണ്ട്, തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി വെച്ച് എന്നിട്ട് നമ്മൾ ഈ മസാല കുറച്ചിടുന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോളയുടെ, ചിക്കൻ പോളയുടെ മസാല ഇട്ട് കൊടുക്കണം. കായ്പോളയാണെങ്കിൽ മറ്റേ കായയുടെ ഇട്ട് കൊടുക്കണ പോലെ. കായ്പോള ഉണ്ടാക്കണം. ഇത് 2 ലെയറുള്ളൂ. ഒറ്റ ഒറ്റ ലെയറാ. ഇപ്പം അതിൻ്റെ പൊക്കത്ത് കൂടെ മസാല ഇടാനല്ലേ. മണം നല്ല ഉണ്ട് മസാലയുടെ, പൊരിഞ്ഞ. ഇത് ഫുള്ള് ഇടാമേ. അല്ല അവിടെ ഒഴിക്കാൻ. എൻ്റെ അതിൻ്റെ പൊക്കത്ത് കുറച്ച് ഇടണ്ടേ ഭംഗിയില്ല വേണ്ടേ? അയ്യോ, പറയുമ്പോൾ അങ്ങനെ ഇടാറില്ല ആക്ച്വലി. അങ്ങനെ നമുക്ക് കുറച്ച് ഇടാമല്ലോ മുകളിൽ. തിരിച്ചിടണ്ടേ? ഓക്കെ, ആസ് യു വിഷ്. നിങ്ങൾ എന്ത് പറയുന്നു അങ്ങനെ നമ്മൾ കേൾക്കും. നമ്മൾ പറയണത് നിങ്ങൾ പറയണത് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ കേൾക്കും. മറ്റേ പൈകൾ സംസാരിക്കണ പോലെ. മറ്റേ ഓർമ്മ ഇരിക്കട്ടെ. എന്തിനാണ് ഇട്ടോ? എന്തൊരു ശരിക്കണം കേട്ടോ. ഓക്കെ, മാവില്ല, ഞാനൊന്ന് അറിഞ്ഞ് അതിൻ്റെ പൊക്കത്തിടാം. ഓക്കെ, അങ്ങനെ എല്ലാ മസാലയും അതിലേക്ക് തട്ടിയിട്ടുണ്ട് ഗൈസ്. മസാല സ്മെൽസ് സോ ഗുഡ് ആക്ച്വലി. നോട്ട് ഗുഡ്, സ്മെൽസ് ഗുഡ്. ഓ, ഞാൻ നോട്ട് ഗുഡ് സ്മെൽ ചെയ്തില്ല. വേറെ തവത്തിന്റെ തവ മുകളിലായിരിക്കും വെക്കാൻ പോണത്. ദാറ്റ് തവ, ബിക്കോസ് അടി പിടിക്കണ്ട. ആ ബ്ലാക്ക് തവ. അപ്പം ഒരു തവ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് അടിക്ക് പിടിക്കാതെ ലിഡ് വെച്ച് നമുക്ക് ഗ്ലാസിൻ്റെ ഉണ്ടല്ലോ ഈ സൈഡിൽ. എന്താണ് ഒരു സൈഡ് പൊട്ടില്ലേ. സൈഡ് ഓക്കെ, ദ കായ്പോള ഈസ് റെഡി എന്ന് പറയാൻ പറ്റില്ല. ഓൺ പ്രോസസ് ആണ്, ഓൺ പ്രോസസ്സിലാണ്. സക്സസ്ഫുൾ ആയി വന്നാൽ മതി ഇൻഷാല്ലാ. അപ്പോൾ ഞാനിനി ബീഫ് വെക്കട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, ഇത് ഒരു സൈഡ് ആയി എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഫ്ലോപ്പ് ആയാലും നല്ലതായാലും നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഫ്ലിപ്പ് ചെയ്യാൻ പോവാ. ഓക്കെ, നോ പ്രോബ്ലം. സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഈ സൈഡ് ഒന്ന് മൊറിച്ച് നമുക്ക് പിന്നെ തിരിച്ചു വെക്കാനുള്ള പിന്നെ തിരിച്ചു വെക്കാനുള്ള ഒന്നും വലിച്ചു കഴിഞ്ഞിട്ട് ഇതായാൽ മതി.
അതാവട്ടെ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയാം. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ക്ഷമയുമില്ല, സമയമില്ല, ആരോഗ്യമില്ല. അതുകൊണ്ട് ഇതിലെന്താണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉഴുവ ഇട്ട് ജീരക ഇട്ട് പിന്നെ ഓൺലി ഉള്ളി ഷാലറ്റ്സ് മാത്രം, ചെറിയുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് ഒറിജിനൽ പേസ്റ്റ് അല്ല, ജിഞ്ചറും ഗാർലിക്കും പച്ചമുളക് ചതിച്ചത് ഇതിലിട്ട് ചതച്ച് സോട്ട് ചെയ്തോണ്ടിരിക്കുക. ഇനി ഇതിലോട്ട് ഞാൻ കരിയണ്ട മതിയല്ലേ? ജസ്റ്റ് ഒന്ന് ഇതായി കറിയില്ലേ. അയ്യോ എന്താണ് എന്റെ മുതിർത്ത് കൊണ്ടത്? എന്റെ മുതിർത്തത് കൊണ്ടിട്ടാ പോയത് വൈദ്യുതി പൊള്ളിയിൽ. ആ കയ്യും പൊള്ളി. എന്താണ് ഇതെല്ലാം ടോയ്സ് എല്ലാം ഉണ്ട് ഇവിടെ. സക്സസ്. കുറച്ച് മുരിഞ്ഞെന്നുള്ളൂ, കുഴപ്പമില്ല. ആ ഷേപ്പ് കളഞ്ഞ എന്റെ. ഓക്കെ കായ്പോള സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട് ഗൈസ്. കായ്പോളേ ചിക്കൻ പോള സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ സമൂസ പൊരിക്കാനുണ്ട്, പിന്നെന്താണ് കട്ട്ലേറ്റ് ഉണ്ട് റെഡിയാക്കാൻ. ഇന്ന് കട്ട്ലേറ്റ് കുറച്ച് കുറഞ്ഞു പോയി. സമൂസ ഉണ്ട്, ചിക്കൻ പോള. ഇനി എന്താ ഉള്ള കറി ഇതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ഇടും. എന്നിട്ട് ഞാൻ സ്വന്തമായി പൊടിച്ച് വെച്ച പൊടികൾ, ഇതെന്താണ് മല്ലി, പിന്നെ നമ്മുടെ ആ റെഡ് കളർ മുളക്, വറ്റൽ മുളക്, മറ്റേ ഉണക്കമുളക്. സോ എന്തായാലും അത് ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോകാത്രേ ഉള്ളൂ. ഓക്കെ, തക്കാളി ഇടും, പിന്നെ ഈ മസാലകൾ ഇടും, അത്ര തന്നെ. പിന്നെ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ അതിലോട്ട് തട്ടും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നല്ല തട്ടി കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു. അപ്പൊ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഈ പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നല്ലൊരു നാടൻ ടച്ച്. ഒരാൾ ഫുൾ വൈബിലാണ് അവിടെ ജിംഗിൾ ബെൽസ് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ബീഫ്, സോറി ഗൈസ്, ഫുൾ കിളി പൊരിക്കുക. ബീഫ് ഇട്ട് കൊടുക്കാം. Vanilla ice cream. Very happy. Very happy. Chocolate? Vanilla? Which one? This ice cream? No, chocolate. ചോക്ലേറ്റ് ഫ്ലേവർ. Chocolate flavor. ബീഫ് കറി റെഡിയായ സ്ഥിതിക്ക് അതിൽ ചാറൊന്നുമില്ല. ഞാനൊരു ഡ്രൈ ടൈപ്പാണ് ബേബിക്ക് വേണ്ടി ഉണ്ടാക്കിയത് പത്തിരിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ സോണിന് പിള്ളേർക്കൊക്കെ ചാറില്ലെങ്കിൽ ഇഷ്ടമല്ല, ചാറിൻ്റെ ആൾക്കാരാണ്. സോ ഐ തോട്ട് ചിക്കൻ ചാർ ഉണ്ടാക്കാം പെട്ടെന്ന്. ഓൾറെഡി ഇപ്പം നടുക്കാല് പൊളിയാറായി നമ്മുടെ. അപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഇസ്കരിച്ചിട്ട് അപ്പുറത്ത് പോകുന്നു നോക്കാതെ. അപ്പോൾ സോറി, ഞാൻ ഇസ്കരിച്ച് അവിടെ ഇരിക്കും മൂലക്ക്, പിന്നെ ഇരിക്കൂല. അല്ല, പക്ഷേ നമ്മുടെ ബ്ലിംബയുടെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് പോകണം ഓൾറെഡി. ഇന്നത്തെ പാക്കിംഗ് ഒക്കെ എന്തായി നോക്കണം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ സെറ്റാക്കി വെക്കും. പിന്നെ ബ്ലിംബയുടെ ബേബി ഒന്ന് ഓവറോൾ നോക്കും. ഫിക്ഷക്കിനെ ഞാനൊന്ന് പോയിട്ട് ഓവറോൾ നോക്കിയിട്ട് ഒന്ന് ഇത്ര കഷ്ടപ്പെട്ട സ്ഥിതിക്കൊന്ന് മനസ്സൊക്കെ കുളിർന്ന് വരട്ടെ. അവിടുത്തെ ഓർഡേഴ്സൊക്കെ കണ്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചത് കാണുമ്പോൾ വി ഫീൽ സോ ഗുഡ്, മാഷാഅല്ലാഹ്. അപ്പോൾ നിങ്ങൾക്കുള്ളത് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ലാസ്റ്റ് മൊമെൻറ്റ് വരെ നിൽക്കണ്ട, സ്റ്റോക്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പം തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഇട്ടിട്ടാണ് ചാറുണ്ടാക്കാൻ പോണത് ഞാൻ. ഓക്കെ, ബീഫിന് പൊടിച്ച് വെച്ച ആ പൊടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. റെഡ് പൊടി
അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അയ്യോ അൽഹംദുലില്ലാ ചിക്കൻ ഒരു ഹാഫ്ലി കുക്ക് ആയിട്ടുണ്ട്. ഫുൾ കുക്ക് ഒഴിച്ചോളൂ, പാലൊഴിച്ചോളൂ. അപ്പോൾ സോനോടെ പാല് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത മുതലാളി വന്ന് പെട്ടെന്ന് ഒഴിച്ചു. മുതലാളിക്ക് അടുത്ത് എന്താണാവും. ഓക്കെ മതി മതി നിർത്തിക്കുക. മതി മതി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഭയങ്കര പാല് ഫീലായിരിക്കണം. മതി. ബിക്കോസ് ഭയങ്കര പാല് ഫീലായിരിക്കും. നല്ല ഉണ്ടാവില്ല. ഇത്ര മതി. സോ ഗൈസ് ഫൈനലി ഞാൻ 2:30 നമ്മുടെ എല്ലാ പണി കഴിയണമെന്ന് വിചാരിച്ച്. 2:30 ആയില്ല ആക്ച്വലി. ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. I'm very happy. Correct? Oh my god, mashallah. For 2:30 ഞാനൊരു കറിയോടുള്ളതുകൊണ്ട് 2:30 രണ്ട് ടൈപ്പ് കറി വെച്ച് നമ്മൾ. പിന്നെ 3 ടൈപ്പ് കടികൾ വെച്ചു. പ്രൗഡ് ഓഫ് അവർ സെൽഫ്. എല്ലാം നമ്മൾ സോറി ചോദിച്ചു എൻ്റെ അടുത്ത് അങ്ങോട്ട് വരണ്ട. വേണ്ട അവരുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും പണിയെടുത്തല്ലേ. അപ്പോൾ ലെറ്റ് ഹർ സിറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. നമുക്ക് നിസ്കരിക്കാം ആദ്യം, എന്നിട്ട് ഇവനെ നോക്കണേ ഞാൻ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് കിച്ചണിൽ കയറുള്ളൂ ഗൈസ്. പൊരിക്കാറാകുമ്പോൾ കയറുള്ളൂ. നമ്മളെ മുതലാളിക്ക് എങ്ങനെയുണ്ട് ചോദിക്കാം. പിന്നെ മുതലാളി എങ്ങനെയുണ്ട് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. തുടങ്ങി. വെറുതെ ആ കരച്ചിലൊന്നും മൈൻഡാക്കണ്ട, വെറുതെ ആണ്. എൻ്റെ ന്യൂ ലോഞ്ചിൻ്റെ ഒരു വീഡിയോ എഡിറ്റാക്കി ഞാൻ ഇട്ടേക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം നിസ്കരിച്ചിട്ട്. ഓക്കെ ബൈ ഗൈസ്. ഇതൊക്കെ ഇന്ന് പോകാനുള്ള ഐറ്റംസ് ആണ്. ഇത് ഒരു ബൾക്കായിട്ട് ഓർഡർ ചെയ്ത ആൾക്കാണ്. നമ്മളൊരു ഷോപ്പിലോട്ടാണ് ഇത് വിടുന്നത്. ഓൾറെഡി അത് പാക്ഡ് ആണ്. പിള്ളേർ ഇത് പാക്കിങ് ചെയ്യണേ ഉള്ളൂ. ഉടക്കെ ഇട്ടേക്കണാണ്. ഇതൊക്കെ ഇന്ന് പോകാനുള്ളതാണ്. പിനോഫോസൊക്കെ ഈ പുതിയ ഫിനോഫോസൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പോകേണ്ട ഐറ്റംസാണ്. എല്ലാം ഇവർ പാക്ക് ചെയ്തിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് എന്തൊക്കെയാണെന്ന് നോക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി വീട്ടിൽ പോവാം. എന്ത് തിരക്കാണിത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലിങ്ക്ബേയിൽ നമ്മള് ഹോൾസെയിലും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക്. അപ്പൊ സ്റ്റാഫുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് നമ്മുടെ ശ്രദ്ധ ഇടയിൽ ഇല്ലെങ്കിൽ മൊത്തം സ്റ്റോക്കുകളൊക്കെ അങ്ങോട്ടും കൂടി ചിലപ്പോൾ മാറിപ്പോകും, അഡ്രസ്സുകളൊക്കെ ചേഞ്ച് ആയി പോകും. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ എല്ലാ സ്റ്റാഫുകൾ നല്ല ഷാർപ്പാണ് കേട്ടോ. നല്ല പക്കായിട്ട് എല്ലാം അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ചെയ്യണ്ട്, പെട്ടെന്ന് ചെയ്യണ്ട്. എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധയും കൂടെ വേണമല്ലോ. അതുകൊണ്ട് അവർക്കും ഒരു നല്ല ഇതാണ് നമ്മ പോകുമ്പോ നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിസിനസിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ബൾക്ക് ഓർഡേഴ്സ് ആണ് പെരുന്നാളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാഷാഅല്ലാ വെരി ഗ്രേറ്റ്ഫുൾ. ഡയറക്റ്റ് ആയിട്ട് വന്നത്. ആക്ച്വലി നമ്മൾ ഡയറക്റ്റ് കൊടുക്കാറില്ല. അവരിങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തോണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് മമ്മി എന്നൊന്ന് കേൾക്കട്ടല്ല. മമ്മി ഡാഡി hey my baby, do you want to go Tata? No. Why? Surprisingly you said no. What kara? Kata. ഇല്ല ഞാൻ ഫ്രണ്ട് ക്യാമറ. സോ ഒരു കട എന്റെ കണ്ടാത്. ഷോപ്പ് പ്രൈസ് നമ്മൾ ഓഫീസിൽ പോയിട്ട് അതൊന്ന് കൊടുത്തിട്ട് വരാം.
ഗൈസ് അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ പാക്കിങ് അത് ഇതൊക്കെ കഴിഞ്ഞ് പൊരിക്കേണ്ട ഐറ്റംസൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഉള്ളൂ, 10 മിനിറ്റും ഇല്ല, ഒരു 5 മിനിറ്റും ഉള്ളൂ. എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. അപ്പോൾ ആ സമയത്ത് എബ്ബുന് ഇച്ചിരി ഫുഡ് കൊടുത്ത് എബ്ബുനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. പിള്ളേർ ട്യൂഷനിൽ നിന്ന് വന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. ഇന്ന് കുറച്ച് ഭയങ്കര ഡീഹൈഡ്രേഷനാണ്, ഭയങ്കര ഡീഹൈഡ്രേഷനാണ്. അതിൻ്റെ ഇടയിൽ വലിയ കഠിന തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുമല്ലേ, ജ്യൂസ് കുടിക്കൂല, കടികൾ കഴിക്കൂല എന്നൊക്കെ. അത് എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ കഴിക്കുമ്പോൾ എനിക്ക് കിളി പോകുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എനിക്ക് വേണ്ടി ചൂട് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് തേയിലൊക്കെ റെഡിയാക്കാം. Are you back aboard? Are you back aboard? അതല്ലേ ഇന്ന് എനിക്ക് സമയപ്പെട്ടായ കൊള്ളാറുണ്ട്. Mama. എബു ബേബി സിദ്ധ ഗുഡ് ബോയ് അല്ലേ നമ്മുടെ? മയോണീസ് ഒക്കെ ഇട്ട പോലെ അതുകൊണ്ട് തന്നെ നിർത്തി. ടൈം ആയല്ലോ. എനിക്കും കൂടെ പറഞ്ഞു അതുവാ മോട്ടർ ഇട്ടിട്ടുണ്ട മൂന്നാമത്തെ ടേബിൾ മരിച്ച ഐറ്റംസ് ഉണ്ട്. മാഷാ പൊളിക്കണം ഇവിടെ. സൈബ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ നോമ്പ്? അടിപൊളിയായിരുന്ന? കുഴപ്പമില്ലായിരുന്ന? ഓക്കെ ഞാൻ നോമ്പ് തുറക്കട്ടെ. കോൾഡ് അല്ലേ പക്ഷെ സോന് പിങ്ക് സോൾട്ട്, ഞാൻ യെല്ലോ വാട്ടർ. നല്ല ഇതെന്താ ജീരകവെള്ളം, ചൂട്. കടികള് ജ്യൂസ് നാരങ്ങ വെള്ളം ഒന്നും തൊടൂല. മാടി എന്നെ വിളിക്കുന്നു. ഒന്നും കുടിക്കൂല. എനിക്ക് അത്ര ജസ്റ്റ് ഇമാജിൻ ഞാൻ ഇതെല്ലാം തൊടാതിരിക്കാനൊന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് എന്തോരം അഭിനയം എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും. നല്ല സുഖം ചൂടുകൾ. ഓ സുനു ആ സമോസയിൽ ഇങ്ങനെ കൈവെക്കുമ്പോൾ സുനു മോളുടെ അടുത്ത് ചോദിക്കും അങ്ങനെയുണ്ട്. ചിക്കൻ സമോസം പ്രോൺ സമോസത്തിന് ഡിഫറൻസ് അറിയാത്ത സുനു മോളോട് നമുക്ക് ചിക്കൻ സമോസ എങ്ങനെയുണ്ട്? നേരാ ചിക്കൻ പോള എങ്ങനെയുണ്ട്? ഒരു വായ എല്ലാം വാരി തരണ്ടേ? നൈസായിട്ടുള്ള പരിപാടി ദൂട്ടെല്ലാം വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേര്
വേണ്ട അത് തന്നെ വിളിക്കണ്ടേ അങ്ങനെ ഡീഹൈഡ്രേഷൻ. തണുപ്പ്. ഓ അതും കൊള്ളാം. ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് നോക്കണ്ടേ എങ്ങനെ ഉണ്ട്, വായി വെക്കാൻ കൊള്ളാവുന്നത് നോക്കണ്ടേ, അല്ലാതെ ഒരു കഷ്ടപ്പെട്ട് തിന്നണ ആണോ എന്ന് അറിയണ്ടേ. ബേബിയുടെ സമോസ വേണ്ട വേണ്ട കൈയുണ്ട് പുറമേ കൊണ്ട് തട്ടാൻ പാടില്ല. വേണ്ട വേണ്ട. ഭാഗ്യം ഒരു അഡ്വഞ്ചിലാകും. അവൾക്ക് ചമക്കണ അവൾക്ക് മാത്രം അറിയാം. അല്ല എനിക്ക് ചുമ വന്നപ്പോ എനിക്ക് അങ്ങനെയായിരുന്നു, കുറച്ച് മുമ്പ് വന്നില്ലേ. എന്തുപോലെ ആ പ്ലേറ്റ് എടുത്ത് വെച്ചു, പ്ലേറ്റ് എടുത്ത് കഴിക്കേ. അവിടെ ഒരു പ്ലേറ്റ് വളർത്തിരിക്കും. നോക്കിക്കൊണ്ടിരിക്കാതെ കഴിച്ചേ. പൊളിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് സമോസ? ആലോചനയിലായ ഓ അതിന് സോസ പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ 10 രൂപയുടെ ഊണാണേ. അതിനിതുപോലെ ഒരു ചാറ് പോലത്തെ അച്ചാറ്, ചില സമയത്ത് കട്ട്ലേറ്റ് ഉണ്ടാവും. 10 രൂപയുടെ ഊണ്. 10 രൂപയുടെ ഊണ്, ചാറ് ഒലത്ത്, അച്ചാറ്, ഒരു കട്ട്ലേറ്റ്, ചോറ് 2 മേടിക്കാം. ആലോചിച്ചൊക്കെ ഞാനതൊക്കെ മിസ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഇടയ്ക്ക് ഞാൻ അങ്ങനെ തിന്നു. ചോറ് ഞാൻ മഷൂർ കണ്ടിട്ടില്ലേ, ആ ചോറ് കൂട്ടി കട്ട്ലേറ്റ് ഉണ്ടാവും. ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ഒന്ന് നിന്റെയും എന്റെ ഒന്ന് പപ്പടയും, പല വിയേർഡ് കോമ്പിനേഷനും ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പ പൊറോട്ട ആയിട്ട് പായസം കൂട്ടി കഴിക്കണത് കണ്ടിട്ടുണ്ട്, ബൗലി പോലെ. ഇന്ന് ഓറഞ്ച് ഇട്ട നാരങ്ങ വെള്ളം. ഒരു സിപ്പ് ഒക്കെ, ജസ്റ്റ് ഒരു സിപ്പ് ഇട്ടാ, ജസ്റ്റ് കൊതിക്ക് അല്ല ജസ്റ്റ് ജസ്റ്റ് പാലിട്ട് ജ്യൂസ് കുടിക്കൂലെ, അതും ജസ്റ്റ്. ബേബിക്ക് ഷേക്ക് മതി. ബേബിക്ക് വേണ്ടി പാലിട്ട് ഷേക്ക് ഉണ്ടാക്കണേ, അവിടെ നമ്മൾ ഉണ്ടാക്കിയേയില്ല. സമോസ മോളു കഴിക്കൂ, തരൂ, ഒപ്പീനിയൻ പറയൂ. സൈവ് കഴിച്ച സമോസ കഴിച്ചോണ്ടിരിക്കും, ഒന്നും പറഞ്ഞില്ലല്ലോ മഷ്മിയോട്. പറയണോ എങ്ങനെ എടുത്ത് പറയണോ? സമയമില്ല സൈക്കിള് പറയാൻ. ഇന്ന് കഴിയോ ആലോചിച്ചിട്ട്. മഷൂറിന്റെ സമൂസയുടെ ടേസ്റ്റ് ആയില്ല. എനിക്കൊന്നും മഷൂറിന്റെ വേറെ മസാല അല്ല, ഇത് സുനുവിനോടാ ചോദിക്കണത്. എനിക്കറിയാട്ടോ, സുനോട് മാത്രം ചോദിക്കാൻ പാടുള്ളൂ, ബിക്കോസ് സുനു എല്ലാം. മഷൂറിന്റെ മസാല ചുമന്ന മസാല അല്ലേ? ഞാൻ ഇന്ന് അത്ര മസാല ഇട്ടില്ല, എനിക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെ മസാല പൊടി ഇടണം. ചുമന്ന മസാല, ഇത് വെള്ള മസാല. കുറച്ച് പൊടി ചുമന്നിരിക്കണല്ലാന്ന് ഉദ്ദേശിച്ച. മുളക് പൊടി ഒന്നും ഇട്ടില്ല. അല്ല, ഇതല്ല ടേസ്റ്റ്. കുറച്ചുകൂടെ മസാല പൗഡേഴ്സ് ചുമന്നിരിക്കും, ഇറച്ചിയൊക്കെ ഇങ്ങനെ ചെറുതി ചെറുതി. ഇത് ചെറിയില്ലേ? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. ഓടും സമൂസന്റെ ഉള്ളിൽ ചെതറി കിടന്നാല് സമൂസ ആവൂല. അതൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇന്ന് സമൂസ ആയില്ലെന്നാണ്. ഫോൺ തന്നെ വേറെ ലെവലാണ് കാണുന്നത്, അതുകൊണ്ട് can't meet that level today. ഇതാ ഇന്നത്തെ കഥ പറഞ്ഞാൽ മതി, വെള്ളമൊക്കെ കുടിച്ച് തീർക്കാനുള്ളതാണ്. എൻ്റെ ബ്ലൂബെറീസ് കഴിക്കട്ടെ, ആൻറ്റി ഓക്സിഡൻസ്. ഞാൻ കടികൾ കഴിക്കില്ലാന്ന് പറഞ്ഞത്.
ഇപ്പൊ മിനിഞ്ഞാന്ന് എന്ത് സമൂസ എന്ന് പറഞ്ഞ മറ്റേ ചെമ്മീൻ കട്ട്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ അത് ലാസ്റ്റ് ആൾക്കാർ കമന്റ് ഉണ്ടായിരുന്നു എല്ലാ ഭക്ഷണത്തെ പറഞ്ഞത്. ഇനി ടേബിൾ ചെയ്യണ ഫ്രൂട്ട്സ് കഴിക്കൂല, ഡ്രിങ്ക് കുടിക്കൂല, കടുവിടൂല, തൊടൂല, ഇല്ല ഞാനിപ്പോ ഒരു 3 സമോസ കഴിച്ചേ. കട്ട്ലൈറ്റ് മാത്രം കഴിച്ചില്ല. ഞാൻ 3 സമോസ കഴിച്ചേ. അത് ആടെങ്കിലും കഴിച്ചാ അതും നിന്റെ കയ്യിൽ നിന്ന് ഒരു വായ കടിച്ചോളൂ. സമോസ ഫുള്ള് കഴിച്ചില്ല. വേണ്ടാണ്ടല്ല, പേടിച്ചിട്ട്. ഇല്ല ഞാൻ ഇതെല്ലാം കഴിച്ചാണ്. എനിക്ക് എല്ലാം ഇഷ്ടമുള്ള സാധനം. സമോസ ഇഷ്ടമാണ്, കട്ട്ലറ്റ് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം. സമൂസ അതെ കഥ പറഞ്ഞാൽ മതിയില്ലേ നാളെ. സമൂസ ഓക്കെ ബൈ.